ആരറിഞ്ഞു അറിഞ്ഞില്ല എന്നതിലല്ല, നിസ്വാർത്ഥ സേവനങ്ങളും ആത്മാർത്ഥ പ്രവൃത്തികളും പരിശുദ്ധ സത്യങ്ങളായി പരിണമിക്കെ അവൻ മഹത്വമുള്ളവനായിത്തീരുന്നു. സ്വയം രൂപപ്പെടുത്തൽ എന്നത് സ്വയമേവ മാത്രം സാധ്യമാകുന്ന വസ്തുതയാണ്. എനിക്ക് നിറമില്ല, ഭംഗിയില്ല, കഴിവുകളില്ല, സംസാരിക്കാൻ അറിയില്ല, മറ്റുള്ളവരെ പോലെയാകാനുമാകുന്നില്ല. ഇത്തരം ഇകഴ്ത്തലുകൾ ആദ്യം എഴുതി ചുരുട്ടി ചവറ്റുകുട്ടയിലെറിയുക, അല്ലെങ്കിൽ അഗ്നിയിലെരിച്ച് ചാരമാക്കുക. നമ്മെ മനസ്സിലാക്കുവാൻ മറ്റാരേക്കാളും നമുക്ക് മാത്രമാണ് പൂർണ്ണമായി കഴിയുക. അതാദ്യം ബോധ്യപ്പെടുക. ദൈവം ആരെയും പരിപൂർണനായോ ഒന്നുമില്ലാത്തവനായോ സൃഷ്ടിച്ചിട്ടില്ല. എന്തെങ്കിലും ഉള്ളിടത്തു നിന്നും ഉള്ളതുകൊണ്ട് പരിശ്രമിക്കാനുള്ള മനസ്സിനെ പര്യാപ്തമാക്കുക എന്നതാണ് ആദ്യ തുടക്കം. എൻ്റെ അനുഭവപാതയിലെ കല്ലും മുള്ളും വേരും വരൾച്ചയും തടസ്സങ്ങളും അതിനിടയിൽ സംഭവിച്ച ജയങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഇതുതന്നെയാണ് മനോഹാരിത നിറഞ്ഞ ജീവിതമെന്ന് ചൊല്ലിപ്പഠിക്കാൻ ഹൃദയത്തെ അനുവദിക്കുക. സംഭവിക്കുന്ന ഓരോ നിമിഷങ്ങളും അത് എന്തുമായി കൊള്ളട്ടെ, നന്മകളായിരിക്കുവാനുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകുമ്പോഴാണ് നമ്മുടെ ഭംഗി, നമ്മുടെ അനുഭവ സമ്പത്താണ് നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് സ്വയം ബോധ്യപ്പെടുന്ന ദിനം. നിന്റെ ചിതലരിച്ച പരാജിത ബോധങ്ങൾ നാമാവശേഷമാകുന്നു. നീ ആയിരിക്കും നിന്റെ ലോകത്തിലെ ഏറ്റവും മനോഹരം. പൊതുവായ മര്യാദകളെയും സാമൂഹിക ബോധ്യങ്ങളെയും ബഹുമാന്യതകളെയും പരിഗണിച്ചുകൊണ്ട് സത്യസന്ധതയോടെ ജീവിക്കുന്നതിന് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാഗം തന്നെയാണ് എപ്പോഴും ശരി എന്ന് കരുതുന്നത് ഒരിക്കലും ന്യായമായി ഞാൻ കരുതുന്നില്ല. തെറ്റായി പോയാൽ ക്ഷമ ചോദിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ മൂല്യം നഷ്ടമാവുകയുമില്ല. നാം മറ്റുള്ളവരെ പോലെയാകുവാൻ ഒരിക്കലും ശ്രമിക്കേണ്ടതില്ല. എൻ്റെ ജീവിതവും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുയോജ്യമായവയും ഞാൻ വ്യക്തമായ ബോധ്യത്തോടെ എങ്ങനെ വിലയിരുത്തി മുന്നോട്ടു പോകുന്നു, വിജയപാതയെ എങ്ങനെ സ്വയം ഒരുക്കുന്നു എന്നതാണ് ഞാൻ. അവിടെയാണ് സ്വാഭാവിക ഭംഗിയും വിജയവും.